സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും നന്ദി. ഇന്ന് ഇവിടെ ഈ മൂവി കാണാൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വുമൺ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. വുമൺ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടേതായ മേഖലകൾ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏത് മേഖലയിലും ഉയർന്നു വരത്തക്ക രീതിയിൽ നമ്മൾ സമൂഹത്തെ കാണിച്ചു കൊടുക്കുന്ന, അതിന് നമ്മുടെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി എംപവർമെൻറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും എനിക്കിഷ്ടമുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നതും. ഈ സിനിമയിലെ മെയിൻ കഥാപാത്രമായ റിമ കല്ലിങ്കൽ അല്ലെങ്കിൽ തന്നെ വളരെ ശക്തയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരുടെ ആദ്യകാലങ്ങളിൽ തന്നെ അവർ നൃത്തച്ചുവടുകളുമായിട്ട് നമ്മുടെ മിനി സ്ക്രീനിലൊക്കെ തിളങ്ങിയ സമയം മുതൽ എനിക്ക് റിമയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് കാലിബറുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ആക്ട്രസ്സാണ് അവർ. അതോടൊപ്പം അത്രയും ശക്തമായ കഥാപാത്രങ്ങളെ അവരെ ഏൽപ്പിക്കാനായി അവരിൽ വിശ്വസിക്കുന്ന, അവരുടെ കഴിവിൽ വിശ്വസിക്കുന്ന അങ്ങനെപ്പോലുള്ള സംവിധായകർ, ആർട്ടിസ്റ്റുകൾക്ക്, മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അവർക്കൊരു വലിയ കൈയടി ഇവിടെ ആവശ്യമാണ്. ഈ സിനിമയിൽ റിമ കല്ലിങ്ങിനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്ന മോളോട് പറഞ്ഞു, ഞാനും ഇതുപോലെ മാവേലും പ്ലാവേലും ഒക്കെ പണ്ട് കയറുമായിരുന്നു. ഞാൻ നാട്ടുമ്പുറത്തുകാരിയാണ്, അതിനുശേഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ആ സമയം ഓർമ്മ വന്നു. ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം. മാവേ കയറണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മാവേ കയറിയിരിക്കും, പ്ലാവേൽ കയറണമെന്ന് പറഞ്ഞാൽ കയറും. അപ്പം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ അന്ന്. അപ്പോൾ അതിനുശേഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ മമ്മി പറയും മാവി കയറി 2 മാങ്ങ ഇടാൻ പറയും. അപ്പം അതൊരു വലിയ ശല്യമായി മാറിയ ഒരു സമയമുണ്ട്. അപ്പം നമുക്ക് ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്ത, ആഗ്രഹിക്കുന്നതിൽ എത്തിപ്പെടാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ അഭിഭാഷകയാകാൻ താല്പര്യപ്പെട്ടപ്പോഴും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ആഗ്രഹിച്ചു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതെൻ്റെ ഉള്ളിൽ കടന്നിരുന്നു. അപ്പോൾ പലരും ചുറ്റുവട്ടത്തു നിന്ന് പറഞ്ഞിരുന്നത് ഇതാണ്, അഭിഭാഷകയാകാൻ പിന്നെ ജീവിതം വേറൊരു രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ നമുക്കതിന് ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ള കുറേ അതിൽ നല്ലത് ഒരു നേഴ്സ് ആവുന്നതാണ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുന്നതാണ്, അതൊക്കെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയത് എന്നായിരുന്നു എൻ്റെ ചുറ്റുമുള്ള ബന്ധുക്കളുടെയൊക്കെ അഭിപ്രായം. പക്ഷെ അതിനെയൊക്കെ ഭേദിച്ച് കേരളത്തിൽ പോലും പഠിക്കാതെ പൂനെ പോയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ സപ്പോർട്ടോടുകൂടി എൻ്റെ ആഗ്രഹം ഞാനവിടെ സഫലീകരിച്ചു. ആ ഒരു സമയം ശരിക്കും പുറത്ത് പഠിച്ച ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരെ പരിചയപ്പെടാനും സംസാരിക്കാനും ഇടപഴകാനുമുള്ള ഒരവസരം കിട്ടിയപ്പോൾ അത് കൂടുതൽ എൻ്റെ ശക്തിയെ കൂടുതൽ എന്താ പറയുക ഉയർത്തി അല്ലെങ്കിൽ കൂടുതൽ ഊർജം തന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഈ വേദിയിൽ എനിക്കിവിടെ ഇരിക്കാൻ സാധിച്ചത്. അപ്പം നമ്മളുടെ ചുറ്റുപാടുകളും നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ പരിചയപ്പെടുന്നതുമായ ആൾക്കാർ നമ്മുടെ ജീവിതത്തെ, ഓരോ സ്ത്രീയുടെയും ജീവിതത്തെ അവരുടെ പ്രൊഫഷനിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും മറ്റ് തലങ്ങളിലാണെങ്കിലും സ്വാധീനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ നിന്നും പറഞ്ഞിട്ടുള്ളൊരു 10ാം ക്ലാസ്സിൽ ഒരു പാഠപുസ്തകത്തിലൊരു ഭാഗമുണ്ട്, പി രാമേന്ദ്രൻ്റെ കവിത. അതിനകത്ത് സോഷ്യൽ മീഡിയയെ പറ്റി, അതായത് അദ്ദേഹം ഒരു പാഠവരമ്പത്ത് ഒരു വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഷൂട്ട് ചെയ്യും. തൻ്റെ തൂലിക വിറ്റിട്ടുള്ള കാശുകൊണ്ട് വാങ്ങിച്ച മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ അദ്ദേഹം പച്ചപ്പുകൾ പകർത്തി അപ്പോൾ അദ്ദേഹം സ്ക്രീൻഷോട്ട് ഇട്ടു. സ്ക്രീൻഷോട്ട് ഇട്ടപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഇങ്ങനെ 7 വൻകരകൾ കടന്ന് മുഴുവൻ ആൾക്കാരും ആ സ്ക്രീൻഷോട്ട് കണ്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്, ഒരുപാട് മെസ്സേജുകൾ അയക്കണം, എനിക്ക് ഈ സ്ഥലം വാങ്ങാൻ പറ്റുമോ, ഈ പച്ചപ്പ് എനിക്ക് ആഗ്രഹമാണ്, എനിക്കിത് സ്വന്തമാക്കാൻ പറ്റുമോ, ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൃഷിയുണ്ടല്ലേ, കൃഷിക്കാരും മരിച്ചിട്ടില്ല അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരിക്കും പറഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടതിൽ മറുപടി അയച്ചിരിക്കുന്ന പലരും പകുതിയും
കപടസ്നേഹികളാണ്, പ്രകൃതിയോട് കപടസ്നേഹമുള്ളവരാണ്. വെറുതെ ഇതൊക്കെ കാണുമ്പം ഉള്ള ഒരു കമൻറ്റ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അയക്കുന്ന മറുപടികളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാനത് വായിച്ചപ്പോഴും പഠിപ്പിച്ചപ്പോഴും എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇതിൻ്റേതായ ഒരുപാട് ഗുണങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ പറഞ്ഞാലും ഒരു ഈ പറഞ്ഞ ഇതിനകത്ത് കാണിച്ച പോലെ 7 കോടി രൂപ ഒരു ജീവിതം ഒരു വ്യക്തി, അത് ഏതോ ഒരു തുരുത്തിൽ കിടന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിന് ഇത്രയും ആൾക്കാർ 7 വൻകരയിൽ കിടന്നവർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനോളം ശക്തിയുള്ള ഒന്നും വേറെയില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് ശരിക്കും റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ അതിന് സഹായിക്കാനായിട്ട് സോഷ്യൽ മീഡിയ ഉപകരിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥ സംഭവത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും എല്ലാവരും നമ്മൾ കുറ്റം പറയും, പക്ഷേ ശരിയായ രീതിയിൽ അതിനെ ഉപയോഗിച്ചാൽ വളരെയധികം അതിലുള്ള നേട്ടങ്ങളും ഉണ്ടാവും. അതേസമയം നമ്മുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ, പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കാനും നമ്മൾ ശരിക്കും സ്ത്രീകളാണ് പലപ്പോഴും നമ്മൾ പലയിടത്തും മുന്നിട്ടിറങ്ങുന്നത്. എങ്കിൽ ചില വിശ്വാസങ്ങൾ അമിതമായാൽ അതും ദോഷം ചെയ്യുമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് ഈ സിനിമയിലൂടെ അദ്ദേഹം തന്നു. വളരെ നന്ദി. ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ ഉൾപ്പെടാൻ സാധിച്ചതിൽ കേരള ഫെഡറേഷൻ ഓഫ് വുമൺ ലോയേഴ്സിൻ്റെ പ്രസിഡന്റിനും ഇതിൻ്റെ ഭാരവാഹികൾക്കും, ഞാനും അതിൻ്റെ ഒരു മെമ്പറാണ്, ഭാരവാഹിയാണ്, അവർക്ക് പ്രത്യേകം നന്ദി. പ്രത്യേകം ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ്, ഇതിൻ്റെ പറയാൻ ഇരിക്കാൻ വയ്യ, അതിൻ്റെ പിക്ചറൈസേഷൻ, ഫോട്ടോഗ്രാഫി, ശരിക്കും നമ്മുടെ ഈ തുരുത്തുകളിൽ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഈ കായലിലൂടെ യാത്ര ചെയ്ത് വള്ളത്തിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു അനുഭവം ഈ പിക്ചറിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഭംഗി അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടു. വളരെ നന്ദി. ഒരു ഗ്രാമത്തെ അങ്ങനെ കാണിച്ചു, തുരുത്തിനെ അങ്ങനെ കാണിച്ചു, 2 സ്ത്രീകളുടെ ജീവിതം അവർ തന്നെ ജീവിക്കുമ്പോഴുള്ള അവരുടെ സമൂഹത്തിൽ നിന്നുള്ള ചില ആക്രമണങ്ങൾ ഉൾപ്പെടെ, അത് അപവാദമായാലും എങ്ങനെയായാലും സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ശത്രുവാണെന്നുള്ളതും ഇതിനകത്തുണ്ട്. അപവാദത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സ്ത്രീകളാണ്. എത്ര ശക്തിയായിട്ട് ജീവിച്ചാലും അതിനെ തകർക്കാൻ വേണ്ടി ഒരു വാക്ക് മതി. ഒരു സ്ത്രീയുടെ, നമ്മുടെ മറ്റാര് പറഞ്ഞില്ലെങ്കിലും ഒരു സ്ത്രീ നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില വേദനകളുണ്ട്. നമുക്ക് തണലായും താങ്ങായും നിൽക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ദൂഷിക്കുമ്പോൾ, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ചില വേദനകളുണ്ട്. അതും ഈ മനോഹരമായി ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ ക്രൂ മെമ്പേഴ്സിനും വളരെ അഭിനന്ദനങ്ങൾ. ഇനിയും കൂടുതൽ പേര് ഈ സിനിമ കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.